നമസ്കാരം. ഇംഗ്ലീഷിൽ പുസ്തകം എഴുതിയതിന് മേത്താനം ജുമാ മസ്ജിദിൻ്റെ ആദരവ്. ഒപ്പം സമൂഹത്തിൻ്റെ രാജ്യത്തിൻ്റെ നവനിർമ്മിതിയിൽ പങ്കാളിയായി സാമൂഹിക തിന്മകൾ സാഹചര്യങ്ങൾ എങ്ങനെ സൃഷ്ടിക്കുന്നു എന്ന ആശയം ഉൾക്കൊള്ളിച്ച് 18കാരൻ രചിച്ച ദി മോൺസ്റ്റർ എമംഗ് അസ് എന്ന ഇംഗ്ലീഷ് പുസ്തകം ഇന്ന് ലോകം മുഴുവൻ വായിച്ചു കൊണ്ടിരിക്കുന്നു. H&C പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൻ്റെ രചയിതാവ് ആലങ്ങാട് പഞ്ചായത്തിലെ ചിറയും സ്വദേശി ഇന്ന് ചാനലിനൊപ്പം ചേരുന്നു. സ്പെഷ്യൽ വാർത്ത. അത് പേരെന്ന് പറഞ്ഞോട്ടാ. എൻ്റെ പേര് ഷിജിൻ ഇബ്രാഹിം. ഞാൻ രാജഗിരിയിൽ ഇപ്പോൾ 4th ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ എഴുതിയ ഒരു ബുക്കാണ് ദ മോൺസ്റ്റർ എമംഗ് എന്ന് പറഞ്ഞ ബുക്ക്. H&C പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരേപോലെയാണ് ജനിക്കുന്നത്. ഒരു പാപമൊന്നും ഒരു കുറ്റമൊന്നും ചെയ്യാതെയാണ് ജനിക്കുന്നത്. പക്ഷേ ചിലർ നല്ലതാവണം, ചിലർ ചീത്തയാവുന്നു. അപ്പോൾ അവരെന്തുകൊണ്ട് ഇങ്ങനെയായി, നമ്മളെന്തുകൊണ്ട് ഇങ്ങനെയായി, അതാണ് മെയിനായിട്ട് ഇത് ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മുടെ ജീവിത സാഹചര്യവും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഓർമ്മകളും നമ്മുടെ സാഹചര്യങ്ങളും ഇതെല്ലാം ഒരു മനുഷ്യന് അങ്ങനെ ആക്കുന്നത്, നല്ല മനുഷ്യൻ ചീത്ത മനുഷ്യനാക്കുന്നത്. മൊത്തം നമ്മുടെ കയ്യിലല്ല എന്നുള്ളൊരു മെസ്സേജും കൂടിയാണ്. അപ്പം അങ്ങനെ ഈ പുസ്തകം അതിൻ്റെ പേരെന്താ? പുസ്തകത്തിൽ ദ മോൺസ്റ്റർ എമംഗ് അസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഇടയിൽ കുറേ രാക്ഷസന്മാരുണ്ടാവും. അതായത് ഒരു ചീത്ത മനുഷ്യനെ ആക്കാനായിട്ട് പുറയിൽ കുറേ പേരുണ്ടാവും. അപ്പോൾ അവരെ പറ്റി നമുക്കധികം അറിയില്ല. ഇപ്പോൾ ചില തീവ്രവാദികൾ അവരൊക്കെ ഉണ്ടാവും. പക്ഷെ അവരെന്തുകൊണ്ട് ഇങ്ങനെയായി? അവർ ചിലപ്പോൾ അവിടെ ജനിച്ച് അതേപോലത്തെ ഓരോരോ ചിന്തകളും ഓരോരോ മെസ്സേജും കാര്യങ്ങളായിരിക്കും അവർ കേൾക്കണം. അവർക്ക് അതായിരിക്കും ശരി. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഈ പുസ്തകം രചിക്കാൻ എന്താണ് ഒരു പ്രചോദനം കിട്ടിയെന്നുള്ളതാണ്? പ്രചോദനം അല്ല, ചെറുപ്പം മുതലേ എനിക്ക് എഴുത്തൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പബ്ലിഷ് ചെയ്യാന്ന് പറയുന്ന രീതിയിൽ തുടങ്ങിയതല്ലായിരുന്നു. പിന്നെ എഴുതി കുറേ എത്തിയപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇത്രയും വരെ ആയി, എന്നാൽ പിന്നെ ഒന്ന് പബ്ലിഷിംഗ് ഹൗസസിന് അയച്ചു നോക്കാമെന്നൊന്നും തോന്നിയിരുന്നു. അയച്ചു നോക്കിയിട്ട് റിപ്ലൈ വന്നപ്പോഴാണ് എനിക്ക് ഇത് പബ്ലിഷ് ചെയ്യാനുള്ളതുണ്ട് എന്നൊരു ഇത് കിട്ടിയത്. ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? വേറെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ ഏതെങ്കിലും ചെറിയ ബുക്കുകളോ അല്ലല്ല. ഞാൻ ഇങ്ങനെ മാഗസിനും പിന്നെ കോളേജിൽ എഡിറ്ററിനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. പബ്ലിഷിംഗ് എന്ന് പറഞ്ഞ രീതിയിൽ ആദ്യമായിട്ടാണ്. കോമ്പറ്റീഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ളൂ. ഇവിടെ വീട് എവിടെയായിട്ടാണ്? ഇവിടെ ചിറയം, പാനേക്കുളം ചിറയം എന്ന് പറയും. കറക്റ്റ് അവിടെയാണ് വീട്. ഇപ്പം ശരിക്കും എന്തിനാ പഠിക്കണേ? ഇപ്പം ഞാൻ രാജഗിരിയിൽ 3rd ഇയർ BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനെ പഠിച്ചു. രാജഗിരി എവിടെ? രാജഗിരി കാക്കനാടാണ്. അപ്പോൾ ഏതായാലും ഒരു പുസ്തകം രചിച്ചതിലൂടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു കലാ സംരംഭം തന്നെയാണിത്. അത് വളർന്ന് +2 കഴിഞ്ഞപ്പോൾ തുടങ്ങിയതായിരുന്നു. ഒരു കുറച്ചധികം സമയം എടുത്തിരുന്നു, വിചാരിച്ചതിനേക്കാളും സമയം എടുത്ത്. പിന്നെ പബ്ലിഷിങ്ങിൻ്റെയും കുറച്ച് പ്രോസസ്സൊക്കെ എടുത്തിട്ട് അത് കുറച്ച് നാളെടുത്തതായിരുന്നു. ഏതായാലും നല്ലൊരു എന്താ പറയുക തുടക്കവും അതോടൊപ്പം തന്നെ സമൂഹത്തിന് അതൊരു വലിയൊരു ശരിക്കും അട്രാക്റ്റീവ് ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ്. ഏതായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഷിജിൻ ഇബ്രാഹിം എന്ന എഴുത്തുകാരന് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാനും ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ രചിക്കുവാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. യഥാർത്ഥ രോഗനിർണയം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവാതെ തന്നെ കംപ്ലീറ്റ് ഹീമോഗ്രാം CBC, യൂറിൻ റൂട്ടീൻ എക്സാമിനേഷൻ URE, ഡെങ്കു NS1 ആന്റിജൻ, ലെപ്റ്റോസ്പിറ IgM, മലേറിയൽ പാരസൈറ്റ്, C റിയാക്റ്റീവ് പ്രോട്ടീൻ CRP, വൈറ്റൽ എന്നീ ടെസ്റ്റുകൾ ഇപ്പോൾ വെറും 1800 രൂപയ്ക്ക് മെഡിടെക് ഡയഗ്നോസ്റ്റിക് സെന്റർ ലാബ് അറ്റ് ഹോം സേവനത്തോടുകൂടെ നിങ്ങളുടെ വീട്ടിൽ നേരിട്ടെത്തി സാമ്പിൾ സ്വീകരിക്കുന്നതാണ്. കോളസോൺ 9995 912228. Meditech Diagnostic Center, 18 branches all over in Ernakulam, NABL certified.